ഇസ്ലാമിലെ അടിമത്വം ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ പ്രഭാഷണത്തിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. ഞാൻ ഈ പ്രഭാഷണത്തിന് മുഖ്യമായി അവലംബിക്കുന്നത് ഞാൻ തന്നെ 15 വർഷം മുമ്പ് ബ്ലോഗിൽ എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് എന്ന് ഞാൻ കഴിഞ്ഞ പാർട്ടിൽ തന്നെ പറഞ്ഞിരുന്നു. ആ ലേഖനത്തിൻ്റെ പൂർണ്ണരൂപം വായിക്കാൻ ഈ ബ്ലോഗിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള ലേഖനങ്ങളുടെ ലിങ്കുകളുണ്ട്. അതിൽ അടിമത്തത്തെ അംഗീകരിക്കുന്ന ദൈവമോ എന്ന ടൈറ്റിലിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഈ ലേഖനത്തിലേക്ക് കടക്കാം. ലേഖനത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വായിച്ച് വിശദീകരിച്ചത്. ഇനി രണ്ടാമത്തെ ഖണ്ഡികയിലേക്ക് കടക്കാം. പരമ്പരാഗതമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന അടിമകൾക്ക് പുറമേ ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ തടവുകാരാക്കപ്പെടുന്നവരും അടിമകളായി ക്രയവിക്രയം ചെയ്യപ്പെടുക പതിവായിരുന്നു. യുദ്ധങ്ങളുടെ ആധിക്യം അടിമ വ്യാപാരത്തിൻ്റെ വ്യാപനം ത്വരിതപ്പെടുത്തി. ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിനു മുമ്പ് അറേബ്യയിലെ ഗോത്രങ്ങൾക്കിടയിൽ ഇടയ്ക്കിടെ ചെറിയ കലഹങ്ങൾ നടന്നിരുന്നെങ്കിലും വ്യാപകമായ യുദ്ധങ്ങളും പിടിച്ചടക്കലുകളും ആരംഭിച്ചത് മുഹമ്മദിൻ്റെ രാഷ്ട്രീയ മതം ശക്തി പ്രാപിച്ചതോടെയാണ്. അറേബ്യ ഉപദ്വീപിൽ അങ്ങിങ്ങായി ചിതറിക്കിടന്നിരുന്ന അനേകം ഗോത്ര സമൂഹങ്ങളെ സായുധ ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തി ഒരു അറബ് സാമ്രാജ്യം പണിയുകയാണ് മുഹമ്മദ് ചെയ്തത്. ഈ പടയോട്ടത്തിനിടയ്ക്ക് അനേകായിരം ശത്രു ഗോത്രക്കാർ തടവുകാരായി പിടിക്കപ്പെടുകയും അടിമകളാക്കപ്പെടുകയും ചെയ്തു. പ്രവാചകന് ശേഷം അറേബ്യയ്ക്ക് പുറത്തേക്കും ഇസ്ലാമിൻ്റെ അധിനിവേശം അതിവേഗത്തിൽ പടർന്നു കയറി. അതോടെ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് തന്നെ വിപുലമായ കരുത്തു പകർന്നുകൊണ്ട് അടിമക്കച്ചവടം ഒരു വൻ വ്യവസായമായി വളർന്നു എന്നാണ് ഇസ്ലാം ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇസ്ലാം ചരിത്രത്തിൽ നിന്ന് ഈ പറഞ്ഞതിനുള്ള തെളിവ് ഉദ്ധരിക്കുന്നുണ്ട്. അത് വായിക്കുന്നതിന് മുമ്പ് ഈ വായിച്ചതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ ഇസ്ലാമിസ്റ്റുകൾ ഇന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവരുടെ മതപ്രഭാഷണങ്ങളിലും ന്യായീകരണ പ്രഭാഷണങ്ങളിലുമൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നട്ടാൽ മുളയ്ക്കാത്ത നുണകളാണെന്നും യഥാർത്ഥ വസ്തുതകളുമായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നതല്ല എന്നും, എന്നാൽ ആധുനിക കാലത്ത് ഈ ഒരു വിഷയത്തിൽ നുണ പറഞ്ഞുകൊണ്ടല്ലാതെ സമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിൽ നിന്നും അവരെത്തിച്ചേർന്ന ഗതികേടാണത് എന്നും വ്യക്തമാവും. സാധാരണ ഇസ്ലാമിൻ്റെ ആളുകൾ പറയാറുള്ള കുറേ നുണകളുണ്ട്. അതിലൊന്ന്, ഇസ്ലാം അടിമത്തത്തെ നിരുത്സാഹപ്പെടുത്തി അതിനെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കി ഘട്ടം ഘട്ടമായി അടിമത്തം നിരോധിച്ചു തുടങ്ങിയിട്ടുള്ള നുണകളാണ്. എന്നാൽ അറേബ്യയിലും പരിസരത്തും ചെറിയ തോതിൽ നിലവിലിരുന്ന അടിമ സമ്പ്രദായത്തെ അതിവിപുലമായ ഒരു വ്യാപാരമായി, ഒരു വ്യവസായമായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ സാമ്പത്തിക അടിത്തറ തന്നെ പടുത്തുയർത്തിയത് അടിമക്കച്ചവടത്തിലൂടെയാണ് എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് ഏത് ചരിത്രം എടുത്തു നോക്കിയാലും, ഞാനിവിടെ ഉദ്ധരിക്കുന്ന ചരിത്രം മാത്രമല്ല, ഇസ്ലാം ചരിത്രവുമായി ബന്ധപ്പെട്ട ആധികാരികമായ ഏത് ചരിത്ര ഗ്രന്ഥം എടുത്തു നോക്കിയാലും ഇസ്ലാം എന്ന ഈ മുഹമ്മദൻ കൾട്ട് അതിൻ്റെ അധിനിവേശങ്ങളിലൂടെ, സായുധ അധിനിവേശങ്ങളിലൂടെ കീഴടക്കപ്പെട്ട രാജ്യങ്ങളിലെല്ലാം ഇസ്ലാമിനെ കെട്ടിപ്പടുത്തതിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ അടിത്തറ എന്താണ് എന്ന് പരിശോധിച്ചാൽ അവിടെ അടിമത്തത്തിനും അടിമക്കച്ചവടത്തിനും പിടിച്ചടക്കലുകളിലൂടെയുള്ള അധിനിവേശങ്ങൾക്കും രാഷ്ട്രീയ അധിനിവേശങ്ങൾക്കും സൈനികമായിട്ടുള്ള അക്രമങ്ങൾക്കുമൊക്കെയുള്ള പങ്ക് എത്രത്തോളം ഭീകരവും വ്യാപകവുമാണ് എന്ന് ബോധ്യപ്പെടും. ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന മറ്റൊരു നുണ, അടിമത്തം എന്ന് പറയുന്നത് ഇസ്ലാമിലില്ല, യുദ്ധത്തടവുകാരെ വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അടിമകളാക്കുന്ന സമ്പ്രദായം മാത്രമേ ഇസ്ലാം നിലനിർത്തിയിട്ടുള്ളൂ എന്നാണ്. അതും ശുദ്ധ അസംബന്ധമാണ്, കളവാണ് എന്നതിന് ഇസ്ലാമിക രേഖകളിൽ തന്നെ തെളിവുകൾ ഇഷ്ടം പോലെയുണ്ട്. പരമ്പരാഗതമായി അടിമകൾ ഉണ്ടായിരുന്നു. അടിമകളുടെ കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികൾ, അടിമകൾക്ക് ജനിക്കുന്ന കുട്ടികൾ ഉടമയുടെ അടിമകളായി മാറുമായിരുന്നു. ആ രീതിയിൽ അടിമകളെ ഉൽപ്പാദിപ്പിക്കുന്ന, കന്നുകാലികളെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാം പോലെ അടിമകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാമുകൾ വരെ നടത്താനുള്ള സൗകര്യം അക്കാലത്തുണ്ടായിരുന്നു. അടിമകളായിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നവരും മറ്റു രാജ്യങ്ങളിൽ നിന്നും
സമ്മാനമായി സ്വീകരിക്കുന്നതും ഒക്കെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാണാം. പ്രവാചകൻ തന്നെ അടിമ സ്ത്രീകളെ സമ്മാനമായി സ്വീകരിച്ചത് കാണാം. പ്രവാചകൻ തന്നെ ചന്തയിൽ പോയി അടിമകളെ വാങ്ങിയത് കാണാം, അടിമകളെ വിറ്റത് കാണാം. ഒരു വെളുത്ത അടിമയ്ക്ക് പകരം 2-3 കറുത്ത അടിമകളെ പകരം കൊടുത്തുകൊണ്ട് കൈമാറ്റം ചെയ്തതായി കാണാം. ഇങ്ങനെ ഒരുപാട് അടിമ വ്യവഹാരം പ്രവാചകൻ്റെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാം. 10-14 അടിമകൾ പ്രവാചകന് മാത്രം സ്വകാര്യമായിട്ട് ഉണ്ടായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പോൾ അടിമത്തം എന്ന് പറയുന്നത് യുദ്ധത്തിൽ തടവുകാരായി പിടിക്കുന്നവരെ വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് അടിമകളാക്കി വെക്കൽ മാത്രമാണ് എന്നൊക്കെ പറയുന്ന തള്ളുകൾ ശുദ്ധ നുണയാണ്. നട്ടാൽ മുളയ്ക്കാത്ത ചരിത്ര വസ്തുതകൾക്ക് വിരുദ്ധമായിട്ടുള്ള നുണയാണ്. ഇവിടെ ആ നുണകളെല്ലാം പൊളിക്കുന്ന ചരിത്ര രേഖകൾ നമുക്ക് പുറത്തുവിടാൻ കഴിയും. അത് നമ്മൾ പുറത്തുവിടേണ്ട ആവശ്യമില്ല. ഏത് ഇസ്ലാമിൻ്റെയും അറബികളുടെയും ചരിത്ര ഗ്രന്ഥം എടുത്താലും അതിനകത്തൊക്കെ തെളിവുകൾ കാണാം. അറേബ്യയിൽ ചെതറിക്കിടന്നിരുന്ന ചെറിയ ചെറിയ ഗോത്രങ്ങളായി ഏറെക്കുറെ സമാധാനപരമായി ജീവിച്ചിരുന്ന ആളുകളെ മുഴുവൻ സൈനികമായ അധിനിവേശങ്ങളിലൂടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരുടെ സ്വത്തുക്കളെല്ലാം കൊള്ളയടിച്ച് അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പിടിച്ചുകൊണ്ടുവന്ന് അടിമകളാക്കി, സ്ത്രീകളെ മുഴുവൻ ലൈംഗിക അടിമകളാക്കി, അല്ലാത്തവരെ കൊല്ലുകയോ അല്ലെങ്കിൽ വിറ്റ് കാശാക്കുകയോ അതല്ലെങ്കിൽ നാട് കടത്തുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ ഭൂപ്രദേശങ്ങളും അവരുടെ സ്വത്തുക്കളും ഒക്കെ പിടിച്ചടക്കിക്കൊണ്ട് ഒരു വിസ്തൃതമായ സാമ്രാജ്യം തന്നെ അറേബ്യയിൽ പണിയുകയാണ് മുഹമ്മദ് ചെയ്തത്. മുഹമ്മദ് ഈ മതം സ്ഥാപിക്കുന്നതിന് ഏറ്റവും കൂടുതൽ അവലംബിച്ചിട്ടുള്ളത് 2 മഹാതിന്മകളെയാണ്. അടിവരയിട്ട് ഞാൻ പറയുന്നു, ഇസ്ലാമിൻ്റെ അടിത്തറ കെട്ടിപ്പൊക്കിയിട്ടുള്ളതും ആ അടിത്തറയിൽ ഇസ്ലാം എന്ന ഈ മുഹമ്മദൻ കൾട്ട് കെട്ടി ഉയർത്തിയിട്ടുള്ളതും മാനവ ചരിത്രത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും ഭീകരമായ 2 കൊടും തിന്മകളിലൂടെയാണ്. അതിലൊന്ന് അടിമത്തമാണ്, അടിമക്കച്ചവടം. മറ്റൊന്ന് യുദ്ധമാണ്, അഥവാ കൊള്ളയാണ്. കൊള്ള ചെയ്തുകൊണ്ടുണ്ടായ സമ്പത്തും കൊള്ളയിൽ പിടിച്ചെടുക്കപ്പെടുന്ന ആളുകളെ, മനുഷ്യരെ അടിമകളാക്കി വിറ്റുണ്ടാക്കിയ കാശും, ഈ അടിമക്കച്ചവടത്തിലൂടെയും കൊള്ളയിലൂടെയും ഉണ്ടാക്കിയ സമ്പദ്ഘടനയിൽ ആണ് ഇസ്ലാം എന്ന സാമ്രാജ്യം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ആയുധം ഉപയോഗിച്ചുള്ള അധിനിവേശമാണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയമായ അടിത്തറയ്ക്ക് കാരണമായിട്ടുള്ളത്. സാമ്പത്തികമായ അടിത്തറയൊരുക്കിയത് അടിമക്കച്ചവടവും കൊള്ളയുമാണ്. അപ്പോൾ മനുഷ്യനോട് ചെയ്തിട്ടുള്ള ഏറ്റവും ഭീകരമായ 2 തിന്മകളുടെ പട്ടിക തൂക്കിക്കഴിഞ്ഞാൽ ആ പട്ടികയിലെ 1ഉം 2ഉം റാങ്കിൽ എഴുതി വെക്കാവുന്ന കൊള്ള, അടിമത്തം, ഈ 2 തിന്മകളുടെ മുകളിലാണ് ഇസ്ലാം എന്ന മതം എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. ഇതൊരു കൾട്ടാണ്. ഒരു ഗോത്ര മനുഷ്യൻ അയാളുടെ കരിഷ്മയിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു ലക്ഷണമൊത്ത മുഹമ്മദൻ കൾട്ടാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. ആ മതം കെട്ടിപ്പൊക്കിയിട്ടുള്ളത് 2 തിന്മയുടെ മുകളിലാണ്. ഏറ്റവും വലിയ തിന്മ, മനുഷ്യരാശി മനുഷ്യനോട് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ 2 കൊടും തിന്മകളുടെ മുകളിലാണ് ഇസ്ലാം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അതൊന്ന് കൊള്ള, ഒന്ന് അടിമത്തം. ഇനി പ്രവാചകൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും തുടർന്ന് ഖലീഫമാരുടെ നേതൃത്വത്തിലും ഇസ്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് പടർന്നു കയറി, ലോകമാകെ പടർന്നു കയറി ഒരു വലിയ സാമ്രാജ്യമായി കെട്ടിപ്പടുത്തപ്പോൾ ആ സാമ്രാജ്യത്തിൻ്റെയും സാമ്പത്തിക അടിത്തറയായിട്ട് വർത്തിച്ചത് അടിമ വ്യാപാരമാണ് എന്ന് ഇസ്ലാമിക ചരിത്രകാരന്മാർ തന്നെ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞതാണ് ഞാനിനി അടുത്ത ഖണ്ഡികയിൽ വായിക്കുന്നത്. അടുത്ത ഖണ്ഡികയിലുള്ളത് ഒരു ഉദ്ധരണിയാണ്. ഈ ഉദ്ധരണി ഞാൻ എടുത്തിട്ടുള്ളത് കോഴിക്കോട് കേരള സർവകലാശാലകളിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയുടെ റഫറൻസ് ഗ്രന്ഥമായി യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളതും യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പൊതുമേഖലാ സ്ഥാപനം അച്ചടിച്ചിട്ടുള്ളതുമായ പ്രൊഫസർ ജമാൽ മുഹമ്മദിൻ്റെ അറബികളുടെ ചരിത്രം എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിലെ 175-ാമത്തെ പേജിൽ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി വായിക്കുന്നത്. അതിൻ്റെ ഉദ്ധരണിയാണ്. ഈ ഉദ്ധരണിയിൽ 2 സ്ഥലത്ത് ഞാൻ കുത്തുകൾ ഇട്ടിട്ടുണ്ട്. കുത്തുകളിട്ടാൽ അതിൻ്റെ അർത്ഥം അവിടെ കുറച്ച് ഭാഗം ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട് എന്നാണ്. സാധാരണഗതിയിൽ ഗ്രന്ഥരചനയ്ക്കും മറ്റും ഉപയോഗിക്കുന്ന ഒരു രീതിശാസ്ത്രമാണത്. നമ്മൾ ഒരു ഗ്രന്ഥത്തിൽ നിന്നൊരു കാര്യം ഉദ്ധരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രസക്തമായ, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ പ്രസക്തമായ ഭാഗങ്ങൾ മാത്രം ഉദ്ധരിക്കുകയും
അപ്രസക്തമായ ഭാഗങ്ങൾ വിട്ടുകളഞ്ഞ ഭാഗത്ത് വിട്ടുകളഞ്ഞിരിക്കുന്നു എന്ന് വായനക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് കുത്തുകൾ ഇടുകയും ചെയ്യും. ഇതൊരു രചനാ രീതിയാണ്. ആ രീതി അനുസരിച്ച് 2 സ്ഥലത്ത് ഞാനിവിടെ കുത്തുകൾ ഇട്ടിട്ടുണ്ട്. ആ കുത്തുകൾ ഇട്ട സ്ഥലത്ത് ഇവിടെ പ്രസക്തമല്ലാത്ത വിശദീകരണങ്ങൾ പറഞ്ഞു പോകുന്നതാണ്. എല്ലാം കൂടെ ഉദ്ധരിക്കുക എന്നത് ഒരു ലേഖനത്തിൽ പ്രായോഗികമല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പ്രസക്ത ഭാഗം ഉദ്ധരിച്ച് ബാക്കി ഭാഗം വിട്ടുകളയുന്നത്. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, ഇനി ഇങ്ങനെ 2 കുത്തിട്ടിട്ട് ഏതെങ്കിലും ഉദ്ധരണിയിൽ കുറച്ച് ഭാഗം വിട്ടുകളഞ്ഞാൽ തട്ടിപ്പ് കാണിച്ചേ എന്നും പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ അബ്ദുള്ള ബാസിലിനെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. ഇത് എല്ലാവരും ചെയ്യുന്ന രീതിയാണ്. ഒരു ഖുർആൻ വാക്യം ഉദ്ധരിക്കുകയാണെങ്കിലും ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചരിത്ര പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണെങ്കിലും നമുക്ക് പറയുന്ന വിഷയങ്ങളുമായിട്ട് ബന്ധമുള്ളതും പ്രസക്തമായതുമായ ഭാഗം ഉദ്ധരിക്കുകയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിട്ടുപോയ ഭാഗത്ത് വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾക്ക് വായനക്കാർക്ക് വേണമെങ്കിൽ പോയി റെഫർ ചെയ്യാം എന്ന അർത്ഥത്തിൽ അവിടെ കുത്തിടുകയും ചെയ്യും. കുത്തിടാതെ നമ്മൾ എഴുതി പോവുകയാണെങ്കിൽ ആ വിട്ടുപോയത് ആ വായനക്കാരെ കബളിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയതാണെന്ന് പറയും. പക്ഷേ കുത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വായനക്കാർക്കും വേണമെങ്കിൽ പോയി റെഫർ ചെയ്യാം, ഇവിടെ കുറച്ച് വിട്ടുപോയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ രീതിയിൽ ഉദ്ധരിച്ച ജമാൽ മുഹമ്മദിൻ്റെ ചരിത്ര പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് വായിക്കുന്നത്. അറേബ്യൻ സാമൂഹ്യ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു അടിമ വ്യവസ്ഥ. ചരിത്രാതീത കാലം തൊട്ടു തന്നെ അറബികൾ അടിമ സമ്പ്രദായം നിലനിർത്തിയിരുന്നു. ആദ്യകാലത്ത് യുദ്ധത്തിൽ തടവുകാരായി പിടിക്കുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ആളുകളെ അടിമകളാക്കുകയായിരുന്നു പതിവ്. പിൽക്കാലത്ത് അടിമകൾ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന കച്ചവടച്ചരക്കായി മാറി. ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ വികാസത്തോടെ ഈ വ്യവസായവും വളരാൻ തുടങ്ങി. പല ഇനങ്ങളിൽപ്പെട്ട അടിമകൾ അറേബ്യൻ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു. മധ്യപൂർവ്വ ആഫ്രിക്കയിൽ നിന്നുള്ള അടിമകൾ കറുത്തവരായിരുന്നു. ചൈന, ടർക്കിസ്ഥാൻ എന്നീ പ്രദേശങ്ങളിൽ നിന്നും മഞ്ഞ നിറമുള്ളവരും കിഴക്കൻ യൂറോപ്പ്, ദക്ഷിണ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് വെള്ള നിറമുള്ളവരുമായ അടിമകൾ അറേബ്യയിലേക്ക് പ്രവഹിച്ചു. സ്പെയിനിൽ നിന്നുള്ള അടിമകളായിരുന്നു ഏറ്റവും അധികം വിലമതിക്കപ്പെട്ടത്. ഒരു സ്പാനിഷ് അടിമയ്ക്ക് ശരാശരി 1000 ദിനാർ വിലയുണ്ടായിരുന്നു. തുർക്കിയിൽ നിന്നുള്ള അടിമയ്ക്ക് 600 ദിനാർ വിലയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു യുദ്ധം കഴിയുമ്പോൾ ജേതാക്കൾക്ക് അസംഖ്യം അടിമകളെ ലഭിക്കുക സ്വാഭാവികമാണ്. മൂസ ഇബ്നു നുസൈർ എന്ന സൈനിക നേതാവ് ഇഫ്രീക്കിയയിൽ നിന്ന് 3 ലക്ഷം അടിമകളെ തടവുകാരായി പിടിച്ചുവെന്ന് പറയപ്പെടുന്നു. സ്പെയിനിലെ ഗോത്തിക് പ്രഭു കുടുംബങ്ങളിൽ നിന്ന് അദ്ദേഹം 30,000 കന്യകമാരെ അടിമകളാക്കി. മക്കായിലെ പ്രശസ്ത കവിയായിരുന്ന ഉമർ ഇബ്നു അബി റാബിയയ്ക്ക് തന്നെയും സ്വന്തമായി 70-ലധികം അടിമകളുണ്ടായിരുന്നു. ഉമവിയ രാജാക്കന്മാരും പ്രഭുക്കന്മാരും 1000-ലധികം അടിമകളെ വീതം സ്വന്തമായി സൂക്ഷിക്കുക പതിവായിരുന്നു. മുസ്ലിം സൈന്യത്തിലെ ഒരു പടയാളി 10ഓളം അടിമകളെ സ്വയം വെച്ച് പുലർത്തി. ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ വികാസത്തോടുകൂടി അടിമക്കച്ചവടം ഒരു വൻ വ്യവസായമായി വളർന്നുവെന്നും ഇസ്ലാമിക സാമ്രാജ്യത്വത്തിൻ്റെ സാമ്പത്തിക അടിത്തറയായി വർത്തിച്ചത് അടിമ വ്യാപാരമായിരുന്നു എന്നും പച്ചയായിട്ട് അദ്ദേഹം തുറന്നെഴുതിയിട്ടുണ്ട്. ഇത് ജമാൽ മുഹമ്മദ് മാത്രം എഴുതിയ കാര്യമല്ല. ഈ അറബികളുടെയും ഇസ്ലാമിൻ്റെയും ചരിത്രം വസ്തുതാപരമായി രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ ചരിത്രകാരന്മാരും ഈ കാര്യങ്ങളൊക്കെ നേരെ ചൊവ്വേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വരികൾക്കിടയിൽ നിന്നും നമുക്കിതിൻ്റെ ധാരാളം തെളിവുകൾ ലഭിക്കും. അപ്പോൾ ഇസ്ലാം അടിമത്തത്തെ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്തത്, അതോ അടിമത്തത്തെ അന്നുവരെ ഇല്ലാത്ത വിധത്തിൽ ഒരു വൻ വ്യവസായമായി വളർത്തിയെടുത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ അധിനിവേശങ്ങൾക്കും ഇസ്ലാമിൻ്റെ സാമ്രാജ്യ വികസനത്തിനും ഒരു സാമ്പത്തിക അടിത്തറയാക്കി മാറ്റുകയാണോ ചെയ്തത്? അടിമത്തത്തെ നിരുത്സാഹപ്പെടുത്തിയെന്നും ഘട്ടം ഘട്ടമായി അടിമത്തം ഇല്ലാതാക്കിയെന്നും അടിമത്തത്തെ നിരുത്സാഹപ്പെടുത്തിയെന്നും ഒക്കെ പറയുന്നത് ഈ ഇസ്ലാമിനെ കുറിച്ചാണ്. ഇനി ഇതൊക്കെ എല്ലാ യുദ്ധങ്ങളിലും പതിവല്ലേ? യുദ്ധങ്ങൾ നടക്കുമ്പോൾ, രാജ്യങ്ങൾ കീഴടക്കുമ്പോൾ, പ്രദേശങ്ങൾ പിടിച്ചടക്കുമ്പോൾ ആ പ്രദേശത്തുള്ള സൈനികരെ അടിമകളായി പിടിക്കുക എന്നതൊക്കെ ചരിത്രത്തിൽ പതിവല്ലേ? പിന്നെ എന്തിനാണ് ഇസ്ലാമിനെ ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നത്? സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ വരുന്നു. ഇതിൻ്റെ ഉത്തരം ചരിത്രത്തിൽ സംഭവിച്ചു പോയ മഹാതിന്മകളൊക്കെ അതേപോലെ നിലനിർത്താനും അതേപോലെ വളർത്താനും വികസിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് പ്രപഞ്ചസൃഷ്ടാവായ പടച്ചോൻ കിതാബുകളും കൊണ്ട് ദൂതന്മാരെ അയച്ചിട്ടുള്ളത് എങ്കിൽ
നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാൽ അവകാശവാദം അങ്ങനെയല്ലല്ലോ. എന്താണ് ഇസ്ലാമിൻ്റെ അവകാശവാദം? ഇസ്ലാമിന് മറ്റു മതങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു അവകാശവാദമുണ്ട്. അത് ആകെപ്പാടെ ഒരു പടച്ചോനേ ഉള്ളൂ. ആ പടച്ചോൻ കൊടുത്തയച്ച കിതാബുകളും ദൂതന്മാരും മാത്രമേ ഇവിടെ യഥാർത്ഥത്തിൽ ദൈവീകമായിട്ടുള്ള മതങ്ങളായിട്ട് മാറിയിട്ടുള്ളൂ. അതിൽ തന്നെ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ മതങ്ങളും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞുപോയി, കാലഹരണപ്പെട്ടുപോയി. ഇനി അതിനൊന്നും നിലനിൽക്കാൻ അവകാശമില്ല. അവസാനത്തെ മതമാണ് ഇസ്ലാം മതം. അവസാനത്തെ ദൂതനാണ് മുഹമ്മദ്. അവസാനത്തെ കിതാബാണ് ഖുർആൻ. ആ ഖുർആനിലൂടെ മുഹമ്മദ് അവതരിപ്പിച്ച ധാർമ്മിക വ്യവസ്ഥകളും ശരിതെറ്റുകളും ഒക്കെ എന്താണ് എന്ന് പരിശോധിച്ച് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ലോകാവസാനം വരെയുള്ള മനുഷ്യർ അതിനെ നിയമമാക്കിക്കൊണ്ട് അങ്ങ് ജീവിച്ചാൽ മതി, സ്വർഗത്തിൽ പോകും എന്നാണ് ഇസ്ലാമിൻ്റെ തത്വം. അങ്ങനെയാണെങ്കിൽ ലോകത്ത് എല്ലാ കാലത്തും മനുഷ്യർക്കിടയിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ മഹാതിന്മകളും അതേപോലെ തന്നെ നിലനിർത്തണം എന്നാണോ ഈ പടച്ചോൻ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരോട് പറയുന്നത്? അടിമത്തം ഒരു തിന്മയാണ് എന്ന് ഈ പടച്ചോൻ്റെ ഒടുക്കത്തെ കിതാബിൽ എവിടെയും പറഞ്ഞിട്ടില്ല എങ്കിൽ ഒടുക്കത്തെ ദൂതനോട് തന്നെ അടിമകളെ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി ഒരു മതം സൃഷ്ടിച്ചോ ഒരു സാമ്രാജ്യം സൃഷ്ടിച്ചോ എന്നാണ് ഈ ദൈവം ഉപദേശിച്ചിട്ടുള്ളതെങ്കിൽ ആ ദൈവത്തിൻ്റെ ധാർമ്മിക വ്യവസ്ഥയിൽ ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഒരു വ്യവസ്ഥയാണ് അടിമത്തം. അത് തെറ്റാണെന്നോ അന്യായമാണെന്നോ അധാർമികമാണെന്നോ പറയാൻ നമുക്കാർക്കും യാതൊരു അവകാശവുമില്ല. കാരണം ദൈവം തന്നെയാണ് ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവദൂതനെ കൊണ്ട് പ്രായോഗികമായി മാതൃക കാണിച്ചു തന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മാതൃക അനുസരിച്ചാണ് ലോകാവസാനം വരെ ജീവിക്കേണ്ടതെങ്കിൽ എങ്ങനെയാണ് അടിമത്തം തെറ്റാണ് എന്ന് പറയുക? അപ്പോൾ പിന്നെ അത് കാലാകാലം നിലനിന്നിരുന്നതാണ്. യുദ്ധങ്ങളിൽ പിടിച്ചെടുക്കുന്നവരെ അടിമകളാക്കുക എന്നത് പണ്ടേയുള്ള സമ്പ്രദായമാണ് എന്നൊക്കെ പറഞ്ഞാൽ പണ്ടേയുള്ള തെറ്റായ സമ്പ്രദായങ്ങളൊക്കെ നിലനിർത്താനാണോ പടച്ചോൻ കിതാബും കൊണ്ട് ദൂതന്മാരെ അയച്ച് ധാർമ്മികത പഠിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഇസ്ലാം ഉത്തരം പറയണം. മറ്റൊരു വിചിത്രമായ വാദം ഇത് മുഹമ്മദ് നബി ഒന്നും കൊണ്ടുവന്നതല്ലല്ലോ അടിമത്വം എന്നാണ്. മുഹമ്മദ് നബി കൊണ്ടുവന്നതല്ല അടിമത്വം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അടിമത്തം ഉണ്ടായിരുന്നു എന്നാണ് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ചങ്ങാതിമാരെ, അടിമത്തം ലോകത്തിൻ്റെ ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ മനുഷ്യർക്കിടയിൽ നിലനിന്നിരുന്നു എങ്കിൽ അതൊരു തിന്മയാണ് എന്ന ബോധം ഈ ദൈവത്തിനുണ്ടായിരുന്നു എങ്കിൽ ദൈവം 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ കിതാബുകളും കൊണ്ട് പറഞ്ഞയച്ചപ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അടിമത്തം കൊടികുത്തി വാണിരുന്ന ഒരു സമൂഹത്തിൽ വന്നിട്ട് അടിമത്തം തെറ്റാണ് എന്ന് ദൈവം പറയണ്ടേ? ഏതെങ്കിലും ഒരു പ്രവാചകനിലൂടെ ഏതെങ്കിലും ഒരു കിതാബിലൂടെ അടിമത്തം തെറ്റാണ് എന്ന് പറഞ്ഞ് അവസാനം മുഹമ്മദ് നബിയിലൂടെ അടിമത്തം അവസാനിപ്പിക്കുന്ന ഒരു പദ്ധതിയല്ലേ ദൈവം കൊണ്ടുവരേണ്ടത്? അടിമത്തം തിന്മയാണെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ദൈവം ഏതെങ്കിലും കിതാബിൽ ഏതെങ്കിലും പ്രവാചകനോട് അടിമത്തം തെറ്റാണ് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, എണ്ണപ്പെട്ട പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രവും കഥയും നമ്മൾ വായിക്കുമ്പോൾ അവിടെയൊക്കെ ഈ പ്രവാചകന്മാർ ഈ അടിമ വ്യവസ്ഥയുടെ ഗുണഭോക്താക്കളായിരുന്നു എന്ന് കാണാം. ഏറ്റവും പഴക്കമുള്ള പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ആദം നബിയും നൂഹ് നബിയും കഴിഞ്ഞാൽ പിന്നെ, കാരണം അതൊക്കെ വെറും ചരിത്രത്തിൻ്റെയും കെട്ടുകഥകളുടെയും ഒക്കെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. എന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങുന്നത് പിന്നെ ഇബ്രാഹിമിൽ നിന്നാണല്ലോ ഈ മതങ്ങളൊക്കെ പ്രധാനമായിട്ടും കഥ പറഞ്ഞു തുടങ്ങുന്നത്. ആദ്യത്തെ ഏറ്റവും വലിയ കാരണവരായിരുന്നല്ലോ ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി അടിമത്തത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇല്ലയെന്ന് മാത്രമല്ല, ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ എന്ന കുട്ടി ജനിച്ചത് ഭാര്യയിലായിരുന്നോ അതോ അടിമ വെപ്പാട്ടിയിലായിരുന്നോ? ഇസ്മായിലിൻ്റെ കഥയാണ് ഇസ്ലാം പറയുന്നത്. ഇസ്മായിലിനെ പ്രസവിച്ചത് ഇബ്രാഹിം നബി കല്യാണം കഴിച്ച ഭാര്യയായിരുന്നോ അതോ വലങ്കൈകൾ കുടമയാക്കി കൂടെ കൊണ്ട് നടന്നിരുന്ന വെപ്പാട്ടി അടിമ സ്ത്രീയിലായിരുന്നോ ജനിച്ചത്? അപ്പോൾ അടിമത്തത്തിൻ്റെ ലൈംഗിക ചൂഷണം പ്രയോജനപ്പെടുത്തി
അടിമ പെണ്ണിൽ കുട്ടിയെ ജനിപ്പിച്ച ഇബ്രാഹിം നബിയെയാണ് മതം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപുരുഷനായിട്ട്, ഏറ്റവും പഴക്കമുള്ള കഥാപുരുഷനായിട്ട്, പ്രവാചകനായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ ഇബ്രാഹിം നബി അടിമ വ്യവസ്ഥയുടെ ഗുണഭോക്താവായിരുന്നു എന്നല്ല എൻ്റെ അർത്ഥം. അടിമത്തം തെറ്റാണ് എന്ന ബോധം ഈ പ്രവാചകന്മാരെ അയച്ച ദൈവത്തിനുണ്ടായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി മുതൽക്കെങ്കിലും അടിമ വ്യവസ്ഥ തെറ്റാണ്, വെപ്പാട്ടിപ്പണി തെറ്റാണ്, അതൊന്നും ചെയ്യരുത് എന്നല്ലേ പടച്ചോൻ പറഞ്ഞു കൊടുക്കേണ്ടത്? അത് പറയാനല്ലേ പ്രവാചകന്മാർ വരേണ്ടത്? എന്നിട്ട് ഏതെങ്കിലും പ്രവാചകൻ വന്നിട്ട് അടിമത്തം ശരിയല്ല, അടിമത്തത്തിലൂടെയുള്ള ലൈംഗിക ചൂഷണം ശരിയല്ല, നിങ്ങൾ മാനം മര്യാദയ്ക്ക് എല്ലാ മനുഷ്യരും സ്വതന്ത്രരായിട്ട് ജീവിക്കാൻ അനുവദിക്കൂ എന്ന് എന്തേ പറയാതിരുന്നത്? ഇനി 1.25 ലക്ഷം പ്രവാചകന്മാരെ അയച്ചിട്ട് ഏർപ്പാടൊക്കെ നിർത്തി, പുസ്തക പ്രസിദ്ധീകരണമൊക്കെ നിർത്തി, ജിബ്രീലിനും മീകായിലിനും ഒക്കെ പെൻഷൻ കൊടുത്ത് സ്വസ്ഥമായിട്ട് കടന്നുറങ്ങാൻ പോകുന്ന അള്ളാഹു ഒടുക്കത്തെ കിതാബിൽ ഒടുക്കത്തെ പ്രവാചകനോട് അടിമത്തം തെറ്റാണെന്ന് പറഞ്ഞോ? ഇല്ല. തെറ്റാണ് എന്നതിൻ്റെ എന്തെങ്കിലും ഒരു വിദൂരമായ സൂചനയെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്ന് മാത്രമല്ല, അടിമത്തത്തിൻ്റെ ഗുണഭോക്താവായിട്ട് തന്നെയാണ് അന്ത്യപ്രവാചകനും ജീവിച്ചത് എന്ന് നമ്മൾ കാണുന്നു. അവിടെ അവസാനിച്ചോ? അടിമത്തം അതുവരെ ഒരു പാകത്തിനുണ്ടായിരുന്ന അടിമത്തത്തെ ഒരു വൻ വ്യവസായമാക്കി മാറ്റി അടിമത്തത്തിലൂടെ ഉണ്ടാക്കിയ സമ്പത്തിൻ്റെ മുകളിൽ ഒടുക്കത്തെ കിതാബിൻ്റെ, ഒടുക്കത്തെ ദൂതൻ്റെ, ഒടുക്കത്തെ മതം കെട്ടിപ്പൊക്കി എന്നാണ് ഇപ്പോൾ ചരിത്രത്തിൽ നമ്മൾ വായിച്ചത്. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ മനസ്സിൽ ഏതെങ്കിലും കാലത്ത് അടിമത്തം തെറ്റാണ് എന്ന ഒരു മിന്നലുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു തോന്നലേ ഈ പടച്ചവൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടില്ല. എന്താണ് കാരണം? അതിൻ്റെ കാരണമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഈ ദൈവങ്ങളെ സൃഷ്ടിച്ചത്, ഈ വെളിപാടുകളെ ഉണ്ടാക്കിയത്, ഈ കഥകളെ ഉണ്ടാക്കിയത് ദൈവങ്ങളല്ല, മനുഷ്യരാണ്. മനുഷ്യരുണ്ടാക്കിയ കഥകൾക്ക് മനുഷ്യർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആ മനുഷ്യരുടെ മനസ്സിൽ രൂപപ്പെട്ടിരുന്ന സാമൂഹിക ധാർമ്മിക ബോധത്തിൻ്റെയും ഒക്കെ പരിമിതികൾ കടന്നു വരിക സ്വാഭാവികമാണ്. 6-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു കഥയിൽ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര സമൂഹത്തിൽ നിലനിന്നിരുന്ന ധാർമ്മിക വ്യവസ്ഥയും അവിടെ നിലനിന്നിരുന്ന ഏർപ്പാടുകളുമൊക്കെ അതേപോലെ പകർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചരിത്രപരമായി അസംഭവ്യമായ ഒരു കാര്യമല്ല, വളരെ സ്വാഭാവികമായി സംഭവിച്ചതാണ്. പക്ഷേ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ട് എല്ലാ കാലത്തേക്കും പ്രസക്തമായ ഒരു ദൈവീക ധാർമ്മിക ഗ്രന്ഥം കൊടുത്തയച്ചതാണ് ഖുർആനെങ്കിൽ ആ ഖുർആനിൽ അടിമത്തത്തെ ന്യായീകരിക്കുന്ന വചനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ആ ഖുർആനിലെങ്കിലും അടിമത്തം തെറ്റാണ്, ഇനിമേൽ പാടില്ല എന്നൊരു വചനം അവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. അതല്ലെങ്കിൽ ഇന്ന് ഇസ്ലാമിസ്റ്റുകളിൽ ചിലരെങ്കിലും പച്ചക്ക് പറയുന്നത് പോലെ അടിമത്തത്തിൽ യാതൊരു കുഴപ്പമില്ല എന്ന് പറയേണ്ടി വരും. കുഴപ്പമില്ല എന്ന് പറയുകയല്ലാതെ ഇസ്ലാമിനെ ന്യായീകരിക്കുന്നവർക്ക് മറ്റൊരു നിവൃത്തിയില്ല. മറ്റുള്ളതൊക്കെ നുണയാണ് എന്ന് പൊളിഞ്ഞു കഴിഞ്ഞു. ഈ അടിമത്തവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിസ്റ്റുകൾ വിമർശകർക്ക് നേരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ മറുവാദങ്ങളും നുണയാണ് എന്ന് പൊളിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പറയുന്നത് അടിമത്തം തെറ്റാണെന്ന് ഞങ്ങൾ ലബോറട്ടറിയിൽ തെളിയിച്ച് കാണിക്കുകയാണ്. അടിമത്തം തെറ്റാണ് എന്ന് തെളിയിച്ചിട്ട് വേണോ? ഇന്ന് മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് മുമ്പിൽ എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? അത് തെളിയിച്ചു തരാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം, ഒരു പരീക്ഷണം പറഞ്ഞു തരാം. തയ്യാറാണെങ്കിൽ വാ. ഈ തെളിയിക്കാൻ പറയുന്ന ആളുകളെയാണ് വിളിക്കുന്നത്. മനുഷ്യൻ പുരുഷന്മാരെ അടിമകളായി പിടിച്ചുകൊണ്ടെന്നാൽ ആദ്യം ചെയ്തിരുന്ന ഒരു പണിയുണ്ട്. ആ കാലത്ത് നമ്മൾ കാളകളെ വളർത്തി, കാള വലുതാവുമ്പോൾ ഒരു പണി ചെയ്യും, കാളയെ മൂരിയാക്കുന്ന ഒരു പണി. എന്തിനാ കാളയെ മൂരിയാക്കുന്നത്? ആ കാള നമ്മുടെ നിയന്ത്രണത്തിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കാളയുടെ വരി ഉടച്ച് കളയും, വൃഷണങ്ങൾ ഉടച്ചിട്ട് കാളയെ മൂരിയാക്കും. അപ്പോൾ അതോടുകൂടി കാളയുടെ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെടുകയും ലൈംഗിക തൃഷ്ണകളും വികാരങ്ങളൊക്കെ ഇല്ലാതാവുകയും അത് മെരുക്കമുള്ള ഒരു അടിമ മൃഗമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ മാറ്റിയിട്ടാണ് മൂരിയെ കൊണ്ട് നമ്മൾ പാടത്തും പറമ്പിലുമൊക്കെ പണിയെടുപ്പിച്ചിരുന്നത്. കാളയെ മൂരിയാക്കുന്നതിന് ചെയ്തിരുന്ന പണിയാണ് വൃഷണം അടക്കുക എന്ന പണി, വരിയുടക്കുക എന്ന പണി. ഇത് തന്നെ മനുഷ്യരെയും ചെയ്തിരുന്നു അടിമത്ത കാലഘട്ടത്തിൽ. മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലത്തും അതിനു മുമ്പുള്ള കാലത്തും ഒക്കെ അടിമകളായ പുരുഷന്മാരെ വരിയുടച്ച് ശണ്ഡീകരിച്ച ശേഷം
അടിമപ്പണി ചെയ്യിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ ഒടുക്കത്തെ കിതാബിൽ എവിടെയെങ്കിലും അടിമകളെ ശണ്ഡീകരിക്കുന്നത് ഹറാമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. മനുഷ്യരെ ശണ്ഡീകരിച്ചിരുന്നു, വൃഷണം ഉടച്ചിട്ട് കാളയെ മൂരിയാക്കുന്നത് പോലെ. ആ നികൃഷ്ടമായ സമ്പ്രദായത്തെ പോലും ഈ മതം ഒരു വെളിപാടിലൂടെ നിരോധിച്ചതായിട്ട് കാണുന്നില്ല. തെളിയിച്ചുതാ എന്ന് പറയുന്നവരെ ഞാൻ പരീക്ഷണത്തിന് വിളിക്കുകയാണ്. വാ, നമുക്ക് വരിയുടയ്ക്കാം. തെളിയിക്കാൻ പരീക്ഷണത്തിന് തയ്യാറായി വരികയാണെങ്കിൽ നമുക്ക് വരിയുടച്ച് കാണിച്ചു തരാം. അങ്ങനെ വരിയുടച്ചിട്ട് ജീവിച്ച് കാണിക്കുക മറ്റൊരാളുടെ അടിമയായിട്ട്. അപ്പോഴേ നിങ്ങൾക്ക് അടിമത്തം തെറ്റാന്ന് ബോധ്യപ്പെടുള്ളൂ. അപ്പോൾ സ്വന്തം തൊള്ള കൊണ്ട് തന്നെ വിളിച്ചു പറയും അടിമത്തം വേണ്ടാന്ന്. തെളിയിക്കണം പോലും ലബോറട്ടറിയിൽ അടിമത്തം തെറ്റാണെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ ലബോറട്ടറിയിൽ അടിമത്തം തെറ്റാന്ന് തെളിയിച്ചില്ലെങ്കിൽ അടിമത്തം ശരിയാണ്. ഇതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉളുപ്പുണ്ടോയെന്നൊന്നും ചോദിക്കുന്നില്ല. കാരണം അതില്ലാത്ത അവസ്ഥയിൽ ഈ മാതിരി വഷളത്തരങ്ങളൊക്കെ വിളിച്ചു പറയാൻ പറ്റുള്ളൂ. വൃത്തികേട് കൊണ്ടാണ്, നിങ്ങളുടെ ഗതികേട് കൊണ്ടാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ കാലത്ത് ഈ ഒരൊറ്റ വിഷയം മതി ഇസ്ലാം എന്ന മതത്തിൻ്റെ അടിത്തറ തകർന്ന് തരിപ്പണമാവാൻ. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ നുണകളും ഇവിടെ തകർന്നടിയുന്നതാണ്. ജമാൽ മുഹമ്മദിൻ്റെ പുസ്തകത്തിലെ ആ ഒരൊറ്റ ഉദ്ധരണിക്ക് മുമ്പിൽ തന്നെ എത്ര നുണകളാണ് പൊളിഞ്ഞത്. ഇസ്ലാം അടിമത്തത്തെ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്തത്? ഇസ്ലാം ഘട്ടം ഘട്ടമായി അടിമത്തം ഇല്ലാതാക്കുകയാണോ ചെയ്തത്? അതോ അടിമത്തത്തെ ഒരു വ്യവസായമായി വളർത്തിയെടുക്കുകയും ആ വ്യവസായത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത സമ്പത്തിൻ്റെ മുകളിൽ ഒരു സാമ്രാജ്യം പണിയുകയുമാണോ ചെയ്തത്? ചരിത്രം വായിച്ചു നോക്കൂ. അപ്പോൾ ഇത്രയും നികൃഷ്ടമായ ഒരു തിന്മ, ഇത് തിന്മയാണ് എന്ന് തിരിച്ചറിയാൻ ഇന്ന് പ്രത്യേകം മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, ലബോറട്ടറിയിലെ പരീക്ഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് സ്വയം ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ ഒരടിമയായിരുന്നുവെങ്കിൽ, ഞാൻ ഒരടിമയായി പിടിക്കപ്പെട്ട് ഇതുപോലെ വൃഷണം മുടക്കപ്പെട്ട് ജീവിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ഒരു നിമിഷം ചിന്തിച്ചാൽ മതി. ഈ പരീക്ഷണം കൊണ്ടുവരുന്ന ആളുകൾ, പരീക്ഷണത്തിന് വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ വരുന്ന ആളുകളോടാണ് പറയുന്നത്, ഒരു നിമിഷ നേരം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാനൊരടിമയായിരുന്നെങ്കിൽ, ഞാനൊരു യുദ്ധത്തിൽ അടിമയായി പിടിക്കപ്പെടുകയും വൃഷണം മുടക്കപ്പെടുകയും എന്നിട്ട് പിടിച്ചു കൊണ്ടുപോയവർ അവരുടെ കന്നുകാലികളെപ്പോലെ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുകയും എന്നെ ചന്തയിൽ വിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ അവസ്ഥ എന്നൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി. അത് തന്നെ പരീക്ഷണം. അപ്പോൾ കിട്ടും ഉത്തരം. ഇത് തെറ്റാണെന്ന് അപ്പോൾ ബോധ്യപ്പെടും, ഇത് തിന്മയാണെന്ന് അന്നേരം ആർക്കും ബോധ്യപ്പെടും. ആ ഒരു തിന്മയെ പച്ചയായി ലാഘവത്തോടെ ന്യായീകരിക്കുകയാണ് ഈ ഖുർആനും ഹദീസും ഇസ്ലാമും ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല, ആ തിന്മയുടെ മുകളിലാണ് ഈ മതം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഇത് ഞാൻ പറയുന്നതല്ല, ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുള്ളതാണ്. എല്ലാ ചരിത്രത്തിലും രേഖപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. 2 മഹാതിന്മകളുടെ മുകളിലാണ് ഇസ്ലാം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഒന്ന് യുദ്ധമല്ല, അക്രമം, കൊള്ള. ഇസ്ലാം നടത്തിയ, മുഹമ്മദ് നടത്തിയ യുദ്ധങ്ങളിൽ ഒന്നുപോലും ഡിഫൻസിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നില്ല. ഇങ്ങോട്ടാരെങ്കിലും ആക്രമിക്കാൻ വന്നിട്ട് മുഹമ്മദ് അങ്ങോട്ട് നിവൃത്തിയില്ലാതെ നടത്തിയ ഒരു യുദ്ധവും ഇസ്ലാമിൻ്റെ ചരിത്രത്തിലില്ല. അങ്ങനെ ഉണ്ട് എന്ന് സാങ്കേതികമായി പറയാവുന്ന ഉഹുദ്, കന്തക്ക് എന്ന യുദ്ധങ്ങൾ പോലും മുഹമ്മദ് അങ്ങോട്ട് ചെയ്ത അക്രമത്തിൻ്റെ പ്രതിക്രിയ മാത്രമാണ്. കൃത്യമായ അന്നത്തെ മര്യാദ അനുസരിച്ചുള്ള പ്രതിക്രിയ ചെയ്ത് മടങ്ങിപ്പോവുകയാണ് ഉഹുദ് യുദ്ധത്തിൽ മക്കക്കാർ ചെയ്തത്. 70 പേരെ ബദറിൽ കൊന്നതിന് പകരം കൃത്യം 70 പേരെ പകരം കൊന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ആ കൊന്നിട്ട ആളുകളുടെ പടച്ചട്ടയും അവരുടെ അണ്ടർവെയർ ഊരിയെടുക്കാൻ പോലും ശ്രമിക്കാതെ, അതൊക്കെ മുഹമ്മദിൻ്റെ പണിയായിരുന്നു. ഗനീമത്ത് എന്നും പറഞ്ഞിട്ട് ഈ യുദ്ധത്തിൽ മരിച്ചവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് അവരുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളടക്കം പിടിച്ചെടുത്ത് ഗനീമത്ത് എന്ന് പറഞ്ഞ് ഊരി വയ്ക്കുന്ന അങ്ങേയറ്റം വൃത്തികെട്ട ഏർപ്പാട് മുഹമ്മദാണ് തുടങ്ങി വെച്ചത്. ആ ഏർപ്പാട് പോലും അറേബ്യയിൽ അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല എന്ന് മുഹമ്മദിൻ്റെ തന്നെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഉദാഹരണം പറഞ്ഞ് മുഹമ്മദിനെ തോൽപ്പിച്ച ഒരു യുദ്ധത്തിലും എതിരാളികൾ അവരുടെ ഗനീമത്ത് ശേഖരിക്കാൻ പോയിട്ടില്ല, അവരുടെ അണ്ടർവെയർ ഊരാൻ പോയിട്ടില്ല. അതൊക്കെ ചെയ്തത് മുഹമ്മദാണ്. എന്നിട്ട് മുഹമ്മദ് എന്താ അവകാശപ്പെട്ടത്? മുഹമ്മദിൻ്റെ ദൈവം മറ്റു പ്രവാചകന്മാർക്ക് ആർക്കും കൊടുത്തിട്ടില്ലാത്ത ഒരു പ്രത്യേക അവകാശം, ഒരു പ്രത്യേക പ്രിവിലേജ് എനിക്ക് തന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഗനീമത്ത് ഹലാലാക്കി തന്നു എന്ന്.
കൊള്ള മുതൽ ഹലാലാക്കി തന്നു എനിക്ക്, അത് വേറെ പ്രവാചകന്മാർക്കൊന്നും ഹലാലാക്കി കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ 1,24,000 പ്രവാചകന്മാരയച്ചതിൽ മുഹമ്മദ് ഒഴിച്ച് ബാക്കിയുള്ള പ്രവാചകന്മാരൊക്കെ മുഹമ്മദിനേക്കാൾ കുറച്ചുകൂടെ നേരും നെറിയുള്ളവരായിരുന്നു എന്നാണ് മുഹമ്മദ് തന്നെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റുള്ളവരെ അക്രമത്തിൽ കീഴ്പ്പെടുത്തി അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിച്ച് ആ സ്വത്ത് ഓഹരി വെച്ചിട്ട് അതിൽ കൂടെ ഒരു രാഷ്ട്രീയ സാമ്രാജ്യവും ഒരു സാമ്പത്തിക ശക്തിയും ഉണ്ടാക്കിയെടുക്കുക എന്ന അങ്ങേറ്റം നികൃഷ്ടമായ പണിയാണ് മുഹമ്മദ് ചെയ്തത്. മുഹമ്മദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടത് ഈ സ്വത്ത് കിട്ടുമെന്ന ഒരൊറ്റ വ്യാമോഹം കൊണ്ടാണ്. സ്വത്തിൻ്റെ കൂട്ടത്തിൽ കന്യകകളോ യുവതികളോ സുന്ദരികളോ ഒക്കെ ആയ പെണ്ണുങ്ങളെ കിട്ടുമെന്ന ആ ഒരൊറ്റ പ്രലോഭനത്തിൻ്റെ പേരിലാണ് മുഹമ്മദിൻ്റെ കൂടെ ആളുകൾ ആവേശത്തോടു കൂടി യുദ്ധത്തിന് ഇറങ്ങിയിരുന്നത്. അങ്ങനെ സ്വത്തും പെണ്ണും കാണിച്ചുകൊണ്ട് പ്രലോഭിപ്പിച്ചുകൊണ്ട് കൊള്ളയ്ക്ക് ആളെ കൂട്ടിയിട്ട് മറ്റുള്ളവരെ സമാധാനമായി കിടന്നുറങ്ങുന്ന ഗോത്രങ്ങളെ പാതിരാത്രിയിൽ ചെന്ന് വളഞ്ഞിട്ട് കീഴ്പ്പെടുത്തിയ ശേഷം അവരുടെ ആയുധങ്ങളും അവരുടെ സ്വത്തുക്കളും അവരുടെ ഭൂമിയും കൊള്ളയടിച്ചെടുത്തിട്ട് ഒന്നുകിൽ അവരെ കൂട്ടക്കൊല ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ അടിമകളാക്കി പിടിക്കുകയോ അതല്ലെങ്കിൽ അവരെ നാട് കടത്തുകയോ ചെയ്തുകൊണ്ടാണ് മുഹമ്മദ് അറേബ്യ മുഴുവൻ പിടിച്ചെടുത്ത് ഒരു സാമ്രാജ്യം പണിതത്. മനുഷ്യൻ മനുഷ്യരോട് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ 2 മഹാതിന്മകളുടെ മുകളിലാണ് മുഹമ്മദൻ കൾട്ട് എന്ന ഇസ്ലാം കെട്ടിപ്പൊക്കിയിട്ടുള്ളത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അടിമത്തത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ന്യായങ്ങളുടെയും എല്ലാ വാദങ്ങളുടെയും മുനയൊടിക്കുന്ന എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ച് പാളിസാക്കുന്ന തെളിവുകൾ ഇസ്ലാമിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഖുർആനിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന്, മറ്റനേകം രേഖകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും, തെളിയിക്കാൻ കഴിയും, ആരുടെ മുമ്പിലും ബോധ്യപ്പെടുത്താനും കഴിയും. ഈ പരമ്പര അവസാനിക്കുന്നില്ല, ഖുർആനിലേക്ക് വരുന്നു. അടുത്ത വീഡിയോ മുതൽ നമുക്ക് ഖുർആനിലും ഹദീസിലും എന്തൊക്കെയാണ് അടിമത്തത്തെ ന്യായീകരിച്ചുകൊണ്ടും അടിമത്തത്തിൻ്റെ ഗുണഭോക്താവാകാൻ ഉപദേശിച്ചുകൊണ്ടും വന്നിട്ടുള്ള വെളിപാടുകളും പ്രവാചകചര്യകളുമൊക്കെ എന്തൊക്കെയെന്ന് നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതേ വിഷയം തുടരാം.